ബാലമുരളീകൃഷ്ണ സാറ് നമ്മളൊക്കെ മിലേസുരു മേരാത്തുമാര എന്ന് പറയുന്ന പാട്ട് ദൂരദർശനിൽ കണ്ടിട്ട് മാത്രം പരിചയമുള്ള ഒരാളാണ്. இசைந்தானம் இருவரின் சுரமும் நமதாகும் திசை வேறானாலும் ஆழி சேராறுகள் முகிலாய் மழையாய் பொழிவது போல் இசை നമ്മിസൈ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതെ അതെ. ആ കടലിൻ്റെ സൈഡിൽ അതൊരു സംഗീത കടൽ, അപ്പുറത്ത് ഒറിജിനൽ കടൽ. ഇപ്പൊ ഗുരുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ പഠിക്കാൻ ചെല്ലണമല്ലോ, അതെങ്ങനെയാ സംഭവിച്ചതെന്ന് പറയൂ സർ. അല്ല, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അങ്കിള് വല്ലാതെ ഫാനായിരുന്നു ഗുരുജിക്ക്. അപ്പോൾ അന്ന കാലത്ത് ഈ പേജറും മൊബൈലൊന്നും ഇല്ല, ഇരുന്ന് എഴുതുക. അപ്പോൾ ഓരോ കച്ചേരി കഴിഞ്ഞിട്ട് ഇന്നത് പാടിയത് നന്നായി ഇതിൻ്റെ അഭിപ്രായം. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഇവർ. അപ്പോൾ ബാലമുരളി സാർ ഇങ്ങോട്ട് മറുപടിയൊക്കെ അയക്കും വല്ലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ കാണാനൊരു ആക്സസ് ഉണ്ടായി. ഞാൻ പോകുന്നത് 6 വയസ്സ് 6.5 വയസ്സിലങ്ങാണ്. നമുക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ വീട്ടിലെല്ലാം മറ്റേ റെക്കോർഡല്ലേ. അപ്പോൾ അതിൽ നല്ല റോസാപ്പൂ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് ബാലമുരളി സാർ. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ കുഞ്ഞല്ലേ, അപ്പോൾ 6.5 വയസ്സിൽ എനിക്ക് എന്ത് തോന്നാൻ, അയ്യോ ആ റെക്കോർഡിലുള്ള അദ്ദേഹം ദാണ്ടേ മക്കളെ കാലെ പിടിച്ചോടടാ എന്നിട്ട് കാലയിലൊക്കെ തൊട്ട് തൊഴുത് ഇരിക്കാൻ പറഞ്ഞ് ഞാൻ അപ്പം പാടി. അന്ന് എന്തോ പാടുന്നതെന്ന് പോലും അറിഞ്ഞൂടാ. അദ്ദേഹത്തിൻ്റെ ഒരു വർണ്ണം തന്നെ പാടി കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഇവനെ എനിക്ക് പഠിപ്പിക്കണം. എനിക്ക് കിട്ടിയ ഓസ്കാർ അവാർഡാണ്, 1ാമത്തെ തൊട്ടം ആദ്യ വർഷം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സംഗീതം പഠിക്കാനാണ് ഞാൻ ചെന്നൈയിൽ വരുന്നത്. അതിൻ്റെ കൂടെ പിയാനോയും ഒക്കെ പഠിച്ചു. നമ്മുടെ നവാസ് അദ്ദേഹം ഇല്ലിപ്പോൾ, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആദ്യം പോയി പഠിച്ചത്. അതൊക്കെ ഈ സൈഡിൽ കൂടെ നടന്ന് ഇടയ്ക്ക് ഒരു ഗിറ്റാർ പഠിക്കാൻ പോയി, അത് കുറച്ച് എല്ലാം ഇച്ചിരി തബല കുറച്ച്, പിന്നെ വയലിൻ, ഇതൊക്കെ ഒന്ന് തൊട്ട് വെച്ചു. രാജാസാറിനെ കാണുന്ന എപ്പോഴായിരുന്നു? രാജാസാറിനെ ഇവിടെ വന്നപ്പോഴേ കാണാനുള്ള ശ്രമം നടത്തി എനിക്ക് തോന്നുന്നു 14 16 ജോഡി ബാറ്റ ചെരുപ്പ് തേഞ്ഞിട്ടുണ്ട് നടന്നിട്ട്. കാണാൻ പറ്റിയില്ല. അത് ആ സമയത്ത് അദ്ദേഹം ഭയങ്കര പീക്കിൽ നിൽക്കുന്ന അവസരത്തിൽ അതൊന്നും പിന്നെ നടക്കാതായപ്പോൾ നീ പോട്ടെ, ഇനിയിപ്പോൾ രാജാസാറിന് പാടണ്ട അത് വെച്ച് നമുക്ക് ഒരു ഹോപ്പ്. ഇത് ചാവുന്നവരെ എൻ്റെ 72ാമത്തെ വയസ്സിൽ രാജാസാറ് വിളിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷയോടെ മണ്ടത്തിലായിട്ട് ഇരിക്കേണ്ട എന്ന് തോന്നി. പിന്നെ ട്രൈ ചെയ്യൽ നിർത്തി, പോക്ക് നിർത്തി. നടക്കട്ടെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ രാജാസാറിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ പല ഫ്രണ്ട്സിനും അറിയാം ഞാൻ രാജാസാറെന്ന് പറഞ്ഞാൽ മരിക്കുമെന്ന്. അപ്പോൾ അവിടുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ അവിടെ വിളിച്ചു തന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് എന്നെ കൈ കാണിച്ചെടുത്തിട്ട് വാടാ ശരവണ പരിപ്പോയി ഒരു വട തിന്നാന്ന്. അങ്ങനെ എന്നെ കുറേ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിളി വന്നപ്പോഴും ഞാൻ വിചാരിച്ച് വട കാശ് പോകുന്ന പരിപാടിയാണ്, ഒന്ന് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ രാജാസാറിൻ്റെ സ്റ്റുഡിയോ തന്നെയാണ്. അപ്പോൾ ഒരു ആദ്യം ഉണ്ടായി എനിക്ക് വല്ലാണ്ട്, രാജാ സാർ എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി കുളിച്ചു. ഒന്നും കൂടെ രാവിലെ കുളിച്ചതാ, പിന്നെയും കുളിച്ച് ഒരു 10 മിനിറ്റ് ഒന്നിരുന്ന് ഒരു പ്രാക്ടീസ് ചെയ്ത് ദൈവത്തിനെ വിചാരിച്ച് നേരെ സാറിനെ പോയി കണ്ടു. അപ്പോൾ സാറിനെ കാണുമ്പോഴേക്കാന്ന് എനിക്ക് ഞാൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് നുള്ളി നോക്കാം, ഇത് നടക്കുന്നതാണോ ശരത്ത് ഒക്കാരെന്നൊക്കെ പറഞ്ഞു സംസാരിച്ച് പാട്ട് പറഞ്ഞു തന്നു. ഞാൻ പാടി, അത് ദൈവാധീനം. ഞാൻ പാടിയിട്ട് അദ്ദേഹം ഇത് രാജാസാറിൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൺസേർട്ട് തൊട്ട് മുമ്പിലാണ് നമ്മൾ ഇന്ന് പാടേണ്ടത്. അത് ഒരു ഭീകര ടെൻഷനാണ്. കാരണം രാജാ സാർ ഒന്നും മാറി തരുമോ സാറിന്ന് കാലം വീട്ടാണ് ഞാൻ പാടുന്നത് ഇപ്പോൾ ഒക്കെ. അപ്പോൾ അത് സാറ് പാട്ട് പ്ലേ ചെയ്ത് അന്നപ്പോൾ ഡയറക്ടർ ബാല, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് എല്ലാവരും ഉണ്ട്. ഒരു തവണ ഇവിടെ പ്ലേ ചെയ്ത് ഇത് വളരെ സങ്കടം പിടിച്ച പാട്ടാണ്. അപ്പോൾ അത് കേട്ട് സാറ് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇന്നൊരു പാട്ടി പ്ലേ ഉണ്ട് എന്നിട്ട് എഞ്ചിനീയർ സാറിനെ ഇങ്ങനെ നോക്കുന്നു. കാര്യം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. 2 വട്ടം കഴിഞ്ഞിട്ട് രാജാ സാർ എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ കവിളി പിടിച്ചിട്ട് നീ ഇത്ര നാൾ എവിടെ ആയിരുന്നു ചോദിച്ചു. അയ്യോ, ഒരൊറ്റ നിലവിളി എന്ന് പറഞ്ഞാൽ രാജാ സാർ പേടിച്ചു പോയി. രാജാ സാർ അദ്ദേഹത്തിൻ്റെ കടച്ചിപ്പെടുത്ത് എൻ്റെ കണ്ണീരൊപ്പേണ്ട സ്ഥിതി വരെ ഞാൻ അത്രയ്ക്ക് ആർദ്രമായിട്ട് നിലവിളിച്ചു. ഞാൻ കാര്യം സന്തോഷം കൊണ്ടാണ്. കാര്യം രാജാ സാറിൻ്റെ വായിൽ നിന്ന് എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ വരച്ചത് തെറി വിളിക്കും, അത് കേൾക്കാം. രാജാ സാറിൻ്റെ വായിൽ നിന്നൊരു തെറി കേൾക്കാനും വേണം ഒരു ഭാഗ്യം എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവെന്ന് പറഞ്ഞപ്പോൾ ഇമോഷണലി ഞാൻ തകർന്നു പോയി. സാറിൻ്റെ അടുത്ത് പോലും പറയാതെ ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മുടെ ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോ വന്നിട്ട് ശേഖറിൻ്റെ അടുത്തും അവിടുത്തെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ശേഖറിൻ്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, വീട്ടിൽ പോയിട്ട് വൈഫിൻ്റെ അടുത്തും പറയാൻ പറ്റുന്നില്ല. കാര്യം ഇത് എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. രാജാ സാർ ഒരു അസ്ഥാന സമയത്ത് വിളിച്ചിട്ട് അതൊരു ഉഗ്രം പാട്ട്, അത് നമ്മുടെ ബാലയുടെ പടത്തിൽ താരത്തപ്പട്ടെ എന്നുള്ള ഫിലിമിൻ്റെ പാട്ട്, ഉഗ്രം പാട്ട്. അതിങ്ങനെ ഇരുന്ന സമയത്ത് അതിരാവിലെ ഒരു 7 7:15 അദ്ദേഹം രാവിലെ 6 മണിക്ക് അങ്ങോട്ട് സ്റ്റുഡിയോ വരും.
7-7:15 കോൾ വന്നു ഇങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും തെറ്റ് പാടിയിട്ടുണ്ടാവും, അത് കറക്റ്റ് ചെയ്യാനാണ്. അപ്പം പറഞ്ഞു പോയി ഞാൻ. ഇപ്പോൾ സാർ ഇരിപ്പുണ്ട്. ശരത്, നീ പാടിയ പാട്ട് തന്നെ ആയിരുന്നു എൻ്റെ തലയിലൊക്കെ എന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് പിന്നെയും കരച്ചിലിൻ്റെ വക്കായി. പറഞ്ഞു സംഗീതത്തിന് വിലയില്ല. ഓക്കെ താനേ എന്ന് പറഞ്ഞു. ആമാ സാർ. ഞാൻ പറഞ്ഞു ഈ പാടിയതിന് സാർ എനിക്ക് പൈസ തരല്ലേ ദയവ് ചെയ്ത്, ഇത് എൻ്റെ ഭാഗ്യമാണ്, എൻ്റെ ഒരു പുണ്യമായിട്ട് കരുതുകയാണ്, അതിന് സാർ ഇല്ല ഞാൻ சொல்கிறது കേള് എന്ന് സാറ് സീരിയസ് ആയി. സംഗീതത്തിന് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല ശരത്ത് അല്ലേ. അപ്പം ഇളയരാജ മനസ്സ് നിറഞ്ഞെന്തെങ്കിലും ചെയ്താൽ നീ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പക്ഷേ പൈസ തരല്ലേ സാർ. പൈസ എല്ലാം ഇല്ലേ വാ എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് എൻ്റെ കയ്യിലൊരു നവരത്ന മോതിരം ഇട്ട് തന്നു. അത് ഒരു 100 ഓസ്കാറിന് സമം. അല്ലെ ഒറ്റപ്പാട്ടേ പാടിയുള്ളൂ, അതിന് ഇത് കിട്ടിയ കാര്യം ആർക്കും ഒന്നും സാറ് ഇത്രയും പാട്ട് പാടിയ ചിത്ര ചേച്ചിക്ക് ഒന്നും കൊടുത്തിട്ടില്ല, ഒരു പാളയംകോടൻ പഴം പോലും മേടിച്ച് കൊടുത്തിട്ടില്ല. ചേച്ചിക്ക് ആ വിഷമമുണ്ട്. ചേച്ചീൻ്റെ മോതിരത്തിൽ പിടിച്ചിട്ട് കരഞ്ഞതിൻ്റെ പ്രധാനം അതിൻ്റെ പുറകിലുള്ളത് ഇതാണ് സംഭവം, ഒരു പഴം പോലും കിട്ടിയിട്ടില്ലടാ ശരത്തേന്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഞാൻ അതേ പറയുന്നുള്ളൂ, അല്ലാതെ അതൊക്കെ ഒരു സന്തോഷമല്ലേ. ഇത്രയും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു നല്ലത് കേൾക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. കാര്യം എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യനാണ്. കാര്യം എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, അദ്ദേഹം ഒരു അഹങ്കാരിയാണ്. അതല്ല, അദ്ദേഹം അത്രത്തോളം മ്യൂസിക്കലി അത്രയും ഉയർന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ചിലപ്പം കുറച്ച് ദേഷ്യം അതൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക, അതൊക്കെ ലെജൻസ് അല്ലേ. അതെ, രാജാസാറിൻ്റെ ഫിലിം മ്യൂസിക് ഒരുപാടുണ്ട്. ഇപ്പം സാറ് പറയുന്ന സമയത്ത് ചിന്ന ചിന്ന വർണ്ണക്കുയിൽ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നത് അത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ പ്ലസൻ്റ് ആണ്, പക്ഷെ അതിനകത്തൊരു മെലഡി കിടപ്പുണ്ടാവും. മെലഡി കണ്ടന്റ്. അത് മാത്രമല്ല, അദ്ദേഹം അറേഞ്ച് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ റീ റെക്കോർഡിങ് ചെയ്യുന്ന പോലെ ഒരു നിവൃത്തിയില്ല. വേറെ ആർക്കും സ്വപ്നം കാണാൻ പറ്റത്തില്ല രജനീഷ്. സാറിന് മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്ന എത്രയോ പാട്ടുകൾ, എത്ര പാട്ടുകൾ. ഇത് വെള്ളை புறா ஒன்று போனது கையில் வராமலே, முதலெழுத்து தாய்மொழியில், தலையெழுத்து யார் மொழியில், என் ஆசைவான் வெளியிலோ, வெள்ளை புறா ஒன்று ஏங்குது கையில் വരാമലേ. എത്ര പാട്ടുകൾ. പൂമാലൈ വാങ്ങി വന്താൻ പൂക്കൾ ഇല്ലയേ, செவியில்லை இங்கொரு இசைக்கெதற்கு, விழியில்லை இங்கொரு விளக்கெதற்கு, நாளும் நாளும் அவள் நினைவில் இவன் அழுது பூமாலை வாங்கி வந்தான், பார்த்த விழி பார்த்தபடி பூத்து இருக்க, കാത്തിരുന്ന കാഴ്ച ഇങ്ങ് കാണ കിടക്ക. അസാധ്യ പാട്ട്. പാവനി എന്നുള്ള രാഗമാണിത്. ഈ രാഗമൊന്നും അങ്ങനെ ആരും എടുത്ത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഫീലാണ്. പക്ഷെ ഈ പാടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൺമണി അൻപോട് കാതലൻ നാൻ, അതാണ് ഭീകരൻ. ഇപ്പോഴും പറയേണ്ട കാര്യമല്ല. എത്ര അദ്ദേഹത്തിന് എത്ര പാട്ടുകൾ. വേദം നീ ഇനിയനാദം നീ, நிலவு நீ கதிரும் நீ, அடிமை நான் தினமும் ஓதும் வேதம் நீ, ഇനിയനാദം നീ. അല്ലെ എത്ര പാട്ടുകൾ ഇങ്ങനെ തല വന്നോണ്ടിരിക്കുകയാണ്. ഇത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ റേഡിയോ ഉള്ളത് ഈ ശ്രീലങ്കൻ റേഡിയോ ഉണ്ട്. ശ്രീലങ്കയിലെ റേഡിയോ ഇവിടെ കിട്ടും. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇതൊക്കെ ഉള്ള ഈ ശബ്ദത്തിൻ്റെ കൂടാണ് പാട്ട് വരുന്നത്. ആ വേദം നീ വിശന്ന് വയറ്റി കേൾക്കത്തില്ല ശബ്ദം. ആ ശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ അതിലിന്ന് കേൾക്കുന്നു. അത് കാര്യം വേറെ കിട്ടത്തില്ല. ഇളങ്കൈ കൂട്ടുറവ് ചാവനം തമിഴ് ചേവൈ അതങ്ങാണ്ട ഡയലോഗ് അതൊക്കെ അറിയാമായിരുന്നു. കാരണം നമ്മൾ റേഡിയോയുടെ കൂടെ ജീവിച്ചവരല്ലേ. സാർ ഒരു കാര്യം കൂടെ ഉള്ളത്, രവീന്ദ്രൻ മാഷിനെ സാറിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്പോസറാണ്. ഈ പ്രമോദവനം പോലൊരു പാട്ട് സത്യത്തിൽ അതേപോലെ ഒരു പാട്ട് ഇനി ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന. അതെ, എൻ്റെ രാഗം പറയുമ്പോൾ തന്നെ സാറ് രവീന്ദ്രൻ മാഷിനെ കുറിച്ച്
കാണുന്ന ഒരു കാഴ്ചപ്പാട് കാണുമ്പോൾ തന്നെ എനിക്കൊക്കെ ഭയങ്കര ഒരു ഹൈപ്പ് തോന്നും അത് കേൾക്കുന്ന സമയത്ത്. കാരണം ഞാനൊക്കെ ഈ മ്യൂസിക് ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് മാഷാണ്, പിന്നെയാണ് നമ്മൾ ജോൺസൺ മാഷും പിന്നെ ദേവരാജ മാസ്റ്റർ, ഇങ്ങനെ പോവാണ്, റിവേഴ്സ് ഇങ്ങനെ നമ്മൾ പോയതാണ്. അതെ. അപ്പോൾ അത് ശരിക്കും രവീന്ദ്ര മാഷിന്റെ പ്രമദവനം എന്ന് പറയുന്ന പാട്ട് ദാസാർ പാടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിങ്ങ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഒരിക്കലും പറ്റത്തില്ല. ആ ഒരു അതിനകത്ത് ഉള്ള ഒരു സോള് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. അതൊരു പ്രവധാനം, അത് മതി. രവീന്ദ്രൻ സംഗീത സംവിധായകൻ എന്നുള്ള രവീന്ദ്ര മാഷിനെ അറിയാൻ ഒരു പാട്ട് മതി. അധികം എന്തിനാ കേൾക്കുന്നത്? അതൊരു ഇതിൻ്റെ രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, അത് ഈ കമ്പോസിങ് നടക്കുന്ന സമയം പാം ഗ്രോവിൽ, അപ്പോൾ എൻ്റെ അനുജനും വേറെ ആരാണ് അന്ന് തബല വായിച്ച വേറൊരാളും കൂടെ ഉണ്ട്, അതെനിക്ക് ഓർമ്മ വരുന്നില്ല, രവീന്ദ്ര മാഷ്. ഇപ്പോൾ കമ്പോസിങ് നടന്നത് ഇപ്പോൾ ഈ ദേവസഭാതലത്തിൽ അത് പാട്ട് പറഞ്ഞു തരാൻ വേണ്ടി എന്നെ രവീന്ദ്ര മാഷ് വിളിക്കുമ്പോൾ ഈ പ്രമദവനം ചെയ്യുകയാണ്. അപ്പോൾ മാഷ് ആ ട്യൂൺ പാടി കേൾപ്പിച്ച് അസാധ്യം. ഞാൻ പറഞ്ഞു, മാഷ് ഒരു നിവൃത്തിയല്ല, പാട്ട് അസാധ്യം. അപ്പോൾ ഞാനത്, പക്ഷേ എനിക്കത് വളരെ ഫെമിലിയറാണ് ആ ട്യൂൺ. അപ്പോൾ എനിക്ക് പിന്നെ കിട്ടി. ഞാൻ പറഞ്ഞു, മാഷേ, ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ, അത് തന്നെയാണ് പ്രമദവനം. ഞാൻ പറഞ്ഞു, മാഷ അത് ആ പാട്ട് മോനെ അത് ആർക്കും കുറച്ചുകൂടെ, നീ കുറച്ച് എല്ലാ പാട്ടും എൻ്റെ കേൾക്കുന്നതുകൊണ്ടാണ് നീ ആ പാട്ട് പാടിയത്, പക്ഷേ ഇത് വല്ലാതെ ഹിറ്റാണ്, നീ നോക്കിയോ. അദ്ദേഹത്തിൻ്റെ പാക്ക് വലിച്ചു, അത്രേ ഉള്ളൂ. കാര്യം അദ്ദേഹത്തിൻ്റെ ആണല്ലോ, വേറെ വല്ലവരുടെ എടുത്തിട്ട് കോപ്പി അടിച്ചല്ലല്ലോ. അദ്ദേഹം തന്നെ മുമ്പ് ചെയ്ത ഒരു പാട്ട് വന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു കാര്യമില്ല. പക്ഷെ അസാധ്യ കോമ്പസിഷൻ, ഒരു നിവൃത്തിയില്ല. പ്രമദവനത്തിന് പകരം ഒരു പ്രമദവനേ ഉള്ളൂ. ഇനി പ്രമദവനം വേറെ ഉണ്ടാവത്തില്ല. സാർ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ, അതിൻ്റെ ഒരു ചരണം പാടിത്തരാം. കാര്യം അത് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാരണമുണ്ട്. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ, ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകി ഞാൻ. ഇത് ദാസേട്ടൻ പാടിയിട്ട്, എടാ രവി അത് റിപ്പീറ്റ് ഒന്നും കൂടെ എടുത്തോ എന്ന് പറഞ്ഞിട്ട്, ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകി ഞാൻ. ഇത് ദാസേൻ്റെ കയ്യിൽ നിന്നിട്ട് പാടിയതാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളൊക്കെ കരഞ്ഞ്, എൻ്റെ ഉടുപ്പൊക്കെ നനഞ്ഞ്. അത് ഒരു വല്ലാത്ത കാര്യം. അത്രയും ഓർക്കസ്ട്രയും ഈ ദാസേൻ്റെ ശബ്ദവും കൂടെ, അത് പറയാൻ വയ്യ. സാറിൻ്റെ മഴയില്ലേ, മഴയെ നല്ല രസമുള്ളൊരു സംഗതിയാണ്. എന്ന് വെച്ചാൽ മഴപ്പാട്ടുകളൊക്കെ നമുക്ക് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തമിഴിലിറങ്ങിയാലും നമ്മൾ കേൾക്കും. മഴ എങ്ങനെയാണ് കോമ്പോസിഷൻ, അതിൻ്റെ ഒരു വിശേഷം പറയൂ. അല്ല, എനിക്ക് മഴ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭീകര പേമാരി, അത് താല്പര്യമില്ല. ചെറിയ ചാറ്റലും ഒരു ബ്ലാക്ക് ടീയും ഒരു വല്ല പരിപ്പോടെയൊക്കെ കിട്ടി അത് നോക്കിയാൽ ഈ ജന്നൽ വഴി ഈ തൂവാനം നമ്മുടെ കയ്യിൽ വീഴുന്നു, അതൊക്കെ ഒരു ഇങ്ങനെ കൈയിട്ട് ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. വീട്ടിൽ മഴയത്ത് കൈ വെളിയിലേക്കിട്ട് ആ മഴത്തുള്ളികൾ വീഴുമ്പോൾ ഉള്ളൊരു വികാരം വേറെയാണ്. പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരും, അതിരുത്ത് പാടും പാട്ടിൻ്റെ കൂടെ. അപ്പോൾ അതൊരു അനുഭവമാണ്. മഴയെന്ന് പറഞ്ഞാൽ അതൊരു അനുഭവമാണ്. ഒന്നാമത്തെ മഴയെ ഇഷ്ടമുള്ള കാര്യം, സ്കൂളിൽ ലീവായിരിക്കും. അപ്പോൾ അത് രാവിലെ റേഡിയോയിൽ പറയുമല്ലേ, ഇപ്പോൾ ഉഗ്രം മഴ കാരണം 2 ദിവസത്തേക്ക് സ്കൂൾ അവധിയായിരിക്കും എന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. റേഡിയോയ്ക്ക് ഉമ്മയൊക്കെ വെച്ചിട്ടുണ്ട്, ഫിലിപ്സ് മേജറിനൊരു ഉമ്മ. കാര്യം അത് ഭയങ്കര മടിയായിരുന്നു സ്കൂളിൽ പോകാൻ. എനിക്ക് അത് ഉള്ളത് സത്യം പറയാമല്ലോ, പഠിക്കാൻ വലിയ മണ്ടനായിരുന്നു. അത് പിന്നെ അതൊന്ന് നമുക്കത് തലയെടുത്തില്ല. പഠിച്ച കാണാൻ വല്ല എഞ്ചിനീയറൊക്കെ ആയിരുന്നു, എത്ര കെട്ടിടം ഇടിഞ്ഞു വീണാൻ. ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് എത്ര പാട്ട് കിട്ടാതായേനെ. അത് പിന്നുള്ള കാര്യം. പാട്ടിലൂടെ കൊല്ലുന്നത് പോലല്ലോ യഥാർത്ഥമായിട്ട് കൊല്ലുന്നത്. അല്ല, ഞാൻ ആലോചിക്കുക, ഇവര് നമ്മുടെ കുറച്ച് നിർബന്ധം ഉണ്ടായിരുന്നു എൻ്റെ കാരണവന്മാർക്കും പിന്നെ മുത്തശ്ശനും ഒക്കെ പഠിച്ച്, ഞാൻ ഭയങ്കര ബുദ്ധിയാണെന്നാണ് അവരുടെ ഒരു തെറ്റിദ്ധാരണ. അപ്പോൾ ആ ലെവലിൽ ഞാൻ പഠിച്ചൊരു ഡോക്ടറോ എഞ്ചിനീയറൊക്കെ ആവുമെന്നാണ്. അത് നടന്നില്ല. നമ്മളിത് ഇങ്ങനെ തന്നെ. എനിക്ക് താല്പര്യമില്ല അത്. പണ്ട് പോലെ ഹിന്ദി അറിഞ്ഞുകൂടാ, ഹിന്ദി എഴുതിയത് വായിക്കാൻ അറിഞ്ഞുകൂടാ, അങ്ങ് ഇരിക്കുക. സത്യമൊന്ന് ഞാൻ കള്ളത്തരം പറയുന്നില്ല, അറിഞ്ഞുകൂടാ, കണക്കും അറിഞ്ഞൂടാ. കണക്കൊക്കെ
അടുത്തിരിക്കുന്ന ആളുകളുടെയൊക്കെ കൈ പിടിച്ച് അവരുടെയൊക്കെ വിരൽ വെച്ച് എണ്ണിയാണ് ഞാൻ കൂട്ടിയിട്ടുള്ളത്. കാര്യം അത്ര എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. ബാക്ക് ടു മഴ, മഴയ സോങ്ങിന്റെ മഴയിൽ നിന്ന് നമ്മളങ്ങ് കണക്കിലേക്ക് അതെ, കണക്കായിപ്പോയി. അപ്പം മഴ എന്ന് പറയുമ്പോൾ അതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു സുഖമുള്ള അനുഭവം, ഒരു അനുഭവം തന്നെയാണ് എനിക്കെപ്പോഴും. ചെറിയ മഴ നനയുന്നത് എനിക്കിഷ്ടമാണ്. അമ്മയൊക്കെ അടിതരും, പുതുമഴ നനഞ്ഞാൽ പനി വരുമെന്ന് പറഞ്ഞിട്ട്. എങ്കിലും അത് ഇടയ്ക്ക് എന്തുകൊണ്ട് കുറച്ച് എനിക്കിങ്ങനെ വലിയ മഴ പെയ്തിട്ട് ഇങ്ങനെ അങ്ങനെ അതെനിക്കിഷ്ടമല്ല, എനിക്ക് പേടിയാണ്, അത്ര മഴ പേടിയാണ്. പക്ഷേ ഈ മഴയെ എന്നുള്ള പാട്ടിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ സംവിധായിക രേവതി എസ് വർമ്മ, എൻ്റെ ഡയറക്ടർ. അപ്പോൾ രേവതി എന്നെ വിളിച്ചിട്ട്, എടാ ശരത്തെ ഇത് മറ്റേന്നൊക്കെ പറഞ്ഞ് ഞാൻ മഴ എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അവരുടെ KKNRൽ അവരുടെ ഓഫീസിൽ പോയി സംസാരിച്ചിട്ട് ഞാനിങ്ങനെ വണ്ടി കയറി, എൻ്റെ മാരുതി 800 കയറി ഞാനിങ്ങനെ തിരിയുമ്പോൾ ചെറിയ മഴ പെയ്തു. 1-2 തുള്ളി കണ്ണാടിയിൽ വീണു. കണ്ണാടി വീണപ്പോൾ എനിക്ക് തോന്നിയതാണ്, മഴയേ മഴയേ നീരിൻ തിരയേ വാനം തെളിക്കും കവിதை തുളിയേ മേഘത്തിൻ സിരിപ്പൊലിയേ നീലവാനമേ ഒരു தரியில்லாமல் நீரின் நூலில் மழையெனும் சேலை நெய்ததே இந்த நீரின் பாலம் வானும் மண்ணை இணைக்கிறதே இயற்கை അഴകേ റിംഷിം. ഈ റിംഷിം എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ മഴയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് ആ പാട്ട് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇത് ഹരിഹരൻ സാറ് അസാധ്യമായിട്ട് പാട്ടുണ്ട്. അതുപോലെ സുജാ ചേച്ചിയും പാടിയിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടേതാണ് ഫിലിമിലുള്ളത്. അതെ, ഹരിഹരൻ സാറിൻ്റെ പാട്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. സുജാത ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ശരത് സാറിൻ്റെ പാട്ടുകളിൽ ഒന്നാണ് നിശാ സുരഭി. സാറിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട് ശ്വേത പാടിയത്. അത് ഇന്നലെ ചേച്ചിയുടെ ഒരു റിക്വസ്റ്റ് കാരണം ശ്വേത വീണ്ടും പാടി തന്നിട്ടുണ്ടായിരുന്നു. സാർ വേറൊരു ജോണറിൽ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ചില പാട്ടുകളിലൊക്കെ, അതായത് ഇപ്പോൾ മാലയത്തിൽ അങ്ങനെ ഒരു ടോണുണ്ട്, അതിൻ്റെ അർത്ഥമൊക്കെ അറിഞ്ഞു പാടേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്ര ചേച്ചിയെ കളിയാക്കി സാർ ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അർത്ഥം അറിഞ്ഞുള്ളത് ചേച്ചി പാടി എന്നുള്ളത്. അതേപോലെയാണ് ഇവൻ മേഘരൂപനിൽ തന്നെ കണ്ണോണ്ടും മുള്ളോണ്ടും കുടിക്കും താന്തോന്നി എന്ന് പറയുന്ന മൃദുല പാടിയത്. അതിനകത്ത് കുറച്ച് സംഗതികളുണ്ട്, ചിരിയുണ്ട്. അതൊക്കെ സാറ് തന്നെ ഡയറക്റ്റ് ചെയ്തതാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കൃഷ്ണാധര അണ്ണാച്ചിയെ കൊണ്ട് തന്നെ അത് പാടിച്ചേക്കെ. അതെ, ഇത്തരം സാധനങ്ങൾ പാടുമ്പോൾ ഈ ഗായകർക്ക് ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. ഇപ്പൊ ചിത്ര ചേച്ചിയോട് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ബന്ധവും കൂടെ ചേച്ചി ആയി പോയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മൃദുലയുടെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇതാണ് സംഭവം, ഇതാണ് വേണ്ട എന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇതാണ്. അല്ല സാർ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് കൊടുക്കുമോ, എങ്ങനെയാണ് അല്ല നമ്മൾ അത് ആ ലെവലിൽ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്ക് അത് കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത് ചീ എന്ന് പറയുമ്പോൾ ആ ചീ എന്ന് തന്നെ പറയണ്ടേ, ചീ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അത് വൃത്തികേടായിരിക്കും. അപ്പം അതിനാ വേണ്ട വികാരം, ഇതാണ് സംഭവം. അതായത് എവിടെ ഒരു സൈക്കിൾ പഠിപ്പിക്കുന്ന സമയത്ത് ഒന്ന് ഇവിടെ ഇടുപ്പി കിള്ളിയാൽ എന്തായിരിക്കും എക്സ്പീരിയൻസ്, ചീ കൈയ്യട് എന്ന് പറയുന്ന ഒരു വികാരം, അത് നമ്മൾ പറഞ്ഞു കൊടുത്താലേ കിട്ടത്തുള്ളൂ, ഇല്ല കിട്ടത്തില്ല. ഒരു ചീന്നെഴുതി കൊടുത്ത പണ്ടൊരാൾ മിമിക്രി പഠിക്കാൻ പോയിട്ട് മാക്രിയുടെ ശബ്ദം, ചേട്ടാ ചേട്ടാ വെള്ളത്തിൽ കളിക്കാം, മാക്രിയായിട്ട് സംസാരിക്കും. അപ്പോൾ ബുക്ക് എടുത്തിട്ട് ഇതൊന്ന് എഴുതി തരാം മാക്രിയുടെ ശബ്ദത്തിൽ. അതുപോലെ ഇത് അത് പറ്റത്തില്ല, നമുക്ക് പറഞ്ഞു കൊടുക്കണം, ഫീഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് ഈ കൃഷ്ണേന്ദ്രൻ എന്നിട്ട് തക്കിട്ട എന്നുള്ള കണ്ണുണ്ടും മുള്ളുണ്ടും ആ ചിരി തന്നെയാണ് പാട്ടായേക്കുന്നത്. പിന്നെ അത് കുറച്ചും കൂടെ അതിനകത്തോട്ട് ഇറങ്ങി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനാണ്. ഓ ഓ മറിമായൻ കവിയല്ലേ എന്ന് പാടുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനാണ് എല്ലാം. ഓ ഓ നേരെന്നെ കണ്ണുണ്ടും മുള്ളുണ്ടും കൂടിക്ക് ആ ചിരിയാണ് ലിറിക്ക് വരുന്നത്. അത് എല്ലാം കണക്റ്റഡാണ്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് രജനീഷ് എന്നിട്ട് കിട്ടി. നീ നോക്കിക്കോ. സാർ ഇതൊക്കെ പറയുമ്പോഴും ഭാവയാമിയും സുധാമന്ത്രവും ഈ രണ്ട് പാട്ടും സംഗീത പ്രേമികൾക്കിടയിൽ ഡിസ്കസ് ചെയ്യുന്ന പാട്ടുകൾ എന്ന് വെച്ചാൽ ഫിലിം മ്യൂസിക് മാത്രമല്ല, അല്ലാതെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്കും കൂടെ ചർച്ച ചെയ്യുന്ന വേദികളിലൊക്കെ ചർച്ച ചെയ്യുന്ന രണ്ട് പാട്ടുകളാണ്. അതൊരു സിനിമ മ്യൂസിക്കായിട്ട് മാറി നിൽക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് അതിനെ അത്രയും ഹെവി ആയിട്ടാണ് അതിനെ കാണുന്നത്. ഇപ്പോഴും നമ്മൾ ഭാവയാമി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഇരിക്കും.
കാരണം നമ്മളൊരു മ്യൂസിക് ക്ലാസ്സിൽ ഇരിക്കുന്നത് മാതിരി അവിടെ പോയി ഇരിക്കാൻ സാധ്യതയുള്ളൊരു പാട്ടാണ്. ഭാവയാമിയെ കുറിച്ച് പറയൂ സാർ. അത് പ്രധാനമായിട്ട് അതിൻ്റെ ഡയറക്ടർ ഉണ്ണി ഉം. ഉണ്ണി ഇപ്പോൾ ഇല്ല. അപ്പം അദ്ദേഹം ഇത് എൻ്റെ അടുത്ത് പറയുമ്പോൾ അവിടെ പൊന്നമ്മ ചേച്ചി കവിയൂർ പൊന്നമ്മ ചേച്ചി വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫിലിം ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഈ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കള്ളത്തരമായിട്ട് പാടി മഴ പെയ്ക്കുന്ന പോലെ ഇരിക്കരുത്, ഉം. യഥാർത്ഥമായിട്ടുള്ള മഴ വരണം ഈ പാട്ട് കേട്ടാൽ. അപ്പം അതാണ് എൻ്റെ എനിക്കൊരു മനസ്സിലൊരു പ്രചോദനമായത്, അങ്ങനൊരു പാട്ട്. ഓക്കെ. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ രാവിലെ ഒരു 4-4:30 ഉണരും. അതിപ്പോൾ 4 മണിക്ക് കിടന്നാലും 4:30 എണീക്കും ഞാൻ. എനിക്ക് അതൊരു ശീലമാണ്. എന്നിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു കൊച്ചു ചായക്കടയുണ്ട്, നല്ല ചായയാണ്, നല്ല ഇഞ്ചിയൊക്കെ ഇടിച്ചിട്ട് ചായ തരും. അത് രാവിലെ പോയി കുടിക്കും, ഒരു ഡ്രൈവ് പോകും. പോയിട്ട് വന്നിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. രാവിലെ ഇരുന്ന് പ്രോഗ്രാമിംഗ് ഒക്കെ എനിക്ക് കുറേ കൂടെ ഫ്രഷാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ചായ കൂടി ഇഞ്ചി ചായയും കുടിച്ചിട്ട് വണ്ടി ഡ്രൈവ് തുടങ്ങിയ സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്തോ ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് കിട്ടുന്നുണ്ട്, ഒരു ഐറ്റം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ ഉടനെ ഈ 6:30 മണിക്ക് വിനുവിനെ വിളിച്ച്, നമ്മുടെ ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോ എഞ്ചിനീയർ, അവൻ അവിടുത്തെ ചിത്ര ചേച്ചിയുടെ ആളിനാളാണ് വിനു, എൻ്റെ മാനേജർ വാവയുടെ ബ്രദറാണ്. വേറെ എഞ്ചിനീയേഴ്സ് ആ സമയത്ത് ഉടനെ ഒരു ചാൻസും ഇല്ല. ഞാൻ പറയാം, എടേ വിനു നീ ഇപ്പോൾ എവിടെ? ഉറങ്ങിയ ചേട്ടാ. ഞാൻ പറഞ്ഞു, എടേ നീ ഒന്നും വന്ന് ഇപ്പോഴോ? ഞാൻ പറഞ്ഞു, നീ വാ, ഓടി വാ എന്ന് പറഞ്ഞപ്പോൾ അവൻ വന്നിട്ട് സ്റ്റുഡിയോ തരത്ത് കേട്ടിട്ട് ഞാനത് ഏതാണ്ട് 40 മിനിറ്റോളം പാടി. എനിക്ക് തോന്നിയ എല്ലാം അങ്ങ് പാടി. ഞാൻ അത് പാടി, സ്വരം അടക്കം പാടി തീർച്ചയായിട്ടും. പിന്നെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്തൊക്കെ കുറച്ചിട്ട് ഒരു 13-13.5 മിനിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പാട്ടുണ്ടാകുന്നത്. അതങ്ങനെ അങ്ങ് വന്നതാണ്. ഒറിജിനൽ ഗ്രഹഭേദവും അല്ലാതെ ടോണിക് നോട്ട് മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നാച്ചുറലായിട്ട് സംഭവിച്ചതാണ്. അല്ലാതെ കുത്തിയിരുന്ന് അങ്ങനെയുള്ള പരിപാടി. ഞാൻ പറഞ്ഞ് അതൊരു ഫ്ലോ ആണ്. അതിപ്പോൾ പാട്ട് അവിടെ ഒന്ന് നിന്നിട്ട് പിന്നെ അങ്ങനല്ല, അതൊരു ഒഴുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ അത്ര അത്യാവശ്യമായിട്ട് വാ നമുക്ക് ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്തങ്ങ് വരുമ്പോൾ പിന്നെ അത് അങ്ങനെ വരണമെന്നില്ല. എനിക്ക് പിന്നെ അത് കിട്ടത്തില്ല. നമുക്ക് ഒരിക്കലും പിന്നെ അത്, ഞാൻ പണ്ടൊക്കെ ഇപ്പം ഈ മൊബൈലൊക്കെ ഇട്ട് കുത്തി നമുക്കിത് എന്തെങ്കിലുമൊക്കെ പാടി വെക്കുകയൊക്കെ ചെയ്യാം. അത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കുറേയും കൂടെ നമുക്ക് സേഫ് ഇതുണ്ടല്ലോ, പാട്ടുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ അന്നേരം തോന്നുന്ന ആ ഒരു ഫീല് നമ്മൾ പാടി എന്തെങ്കിലും ഒരു സാധനം ആക്കി വെച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു വൈബ് കിട്ടത്തില്ല, പിന്നെ കിട്ടത്തേയില്ല. ചിലപ്പോൾ അതിനേക്കാളും നല്ലതായിരിക്കും വരുന്നത്, എങ്കിലും അതിനുണ്ടാവുന്ന ഒരു സംഭവം കിട്ടത്തേയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവനെ എങ്ങനെയെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് ബിനുവിൻ്റെ ഉറക്കം കളഞ്ഞ് നമ്മളിത് റെക്കോർഡ് ചെയ്തത്. അവൻ എപ്പോഴും ചോദിക്കുമ്പോഴും അവന് എപ്പോഴും പറയും, അയ്യോ ഭാവയാമി ചേട്ടാ ഇപ്പോഴും ഓർമ്മയുണ്ട്, ചേട്ടൻ വന്നത് പാട്ട്. അവനവിടെ നിന്ന് ഉറങ്ങിയോന്നറിയൂടെ പറയാ ഞാൻ. അതൊക്കെ ഒരു അനുഭവമായിരുന്നു. കാര്യം അത് അത്രയും പാടി അത് ഞാൻ ഒരു ദിവസത്തിൻ്റെ 3 നേരമായിട്ടാണ് ഞാനത് പാടിയേക്കുന്നത്. കാര്യം ഒരു ഹോൾ ദിവസത്തിൻ്റെ വൈബ് ആ പാട്ടിനുണ്ടാവുന്നത്. രാവിലെ ഒരു പോർഷൻ, ഉച്ചയ്ക്ക് ഒരു പോർഷൻ, പിന്നെ രാത്രിയിൽ, അങ്ങനെയാണ് ആ പാട്ട് പാടിയേക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ കേൾക്കാൻ ടോണൽ വ്യത്യാസം ഉണ്ടാവും. രാത്രിയുള്ള കുറച്ച് കഴിഞ്ഞ് കേൾക്കുമ്പോൾ അതിൽ കുറച്ചും കൂടെ ലൈറ്റാണ് മേളിലുള്ള പാടുന്നതൊക്കെ, അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് കാര്യം ആ ഒരു ദിവസത്തിൻ്റെ വൈബ് വേണമെന്ന് എനിക്ക് തോന്നിയുണ്ട്. അതൊക്കെ ചില ഭ്രാന്തനവസ്ഥയൊക്കെ ചില സമയത്ത് തോന്നും. അത് നല്ല ഭ്രാന്താണ്. ഇനിയും തുടരട്ടെ. സുധാമന്ത്രം. സുധാമന്ത്രം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയേണ്ടത് ബിജു വർക്കി. അതിൻ്റെ ഡയറക്ടർ വളരെ സെൻസിബിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ബിജുവിനെ ഞാൻ എപ്പോഴും ഈ അടുത്ത കാലത്ത് ഞാൻ വിളിച്ചായിരുന്നു. പിന്നെ ബിജു എന്നെ വിളിക്കത്തില്ല, പിന്നെ ഞാൻ വിളിച്ചിട്ട് കാര്യമില്ല, ചേർത്തെ വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബിജു വർക്കി ആണ് ഈ ഒരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞത്. അദ്ദേഹം ആ സിറ്റുവേഷൻ പറയുമ്പോൾ കഥ അറിയാമല്ലോ. ഈ ദേവദാസി സമ്പ്രദായത്തിലുള്ള ഒരു വീട്ടിനകത്താണ് ഈ നമ്മുടെ ഗോപിച്ചേട്ടൻ, കൊടിയേറ്റം ഗോപിച്ചേട്ടൻ്റെ മകളുള്ളത്. അപ്പോൾ അവൾ പ്രായമായി കഴിഞ്ഞാൽ അതും ഒരു ദേവദാസിയായിട്ട് മാറും. അത് അങ്ങനെ മാറരുത്, എൻ്റെ മോളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രമേ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് അത്. അദ്ദേഹത്തിൻ്റെ മകൾക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യയില്ല. അപ്പോൾ അദ്ദേഹം അവിടുത്തെ പാട്ടുകാരനാണ്. അപ്പോൾ ഈ പാട്ട് അദ്ദേഹം അവിടെ ഏതോ ഒരു ജന്മിയോ ആരോ വരുമ്പം പാടണം, ഇമ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു. അപ്പോൾ ആ പാട്ടിൽ ഒരു അണ്ടർ കറണ്ട്, അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് ഒരു സൈഡിൽ, ഒരു അണ്ടർ കറണ്ട്, ഒരു പെയിനുണ്ട്. എൻ്റെ മോളെ രക്ഷപ്പെടുത്തണം. ആ ഒരു പെയിൻ, ഒരു അച്ഛൻ്റെ വേദനയുണ്ട് ആ പാട്ടിൻ്റെ. എടുത്തു നോക്കിയാൽ എല്ലാത്തിനും ഒരു ശോകം, ഒരു ഷെയ്ഡുണ്ട് ആ പാട്ടിൽ. അല്ലാതെ ഒരു അധികാര സ്വഭാവമല്ല, ഇപ്പോൾ ദേവസഭാതലം പോലെ അല്ലത്. ഈ സുധാമന്ത്രത്തിൽ അണ്ടർ കറണ്ട് പെയിനുണ്ട് മൊത്തത്തിൽ. പിന്നെ ഇത് രസകരമായിട്ടുള്ള ഒരു കാര്യം പറയണമെങ്കിൽ, ബിജു വർക്കി എൻ്റെ അടുത്ത് ഒരൊറ്റ കാര്യമേ പറഞ്ഞോളൂ,
ശരത്തെ പെട്ടെന്നൊന്നും ഇത് ആരെടുത്ത് പാട് അതിന് പറ്റിയ ആള് ശരത് സാറാണ്. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു അലുവ തിന്ന വികാരമായിരുന്നു. അങ്ങനാണോ, ശരി ഇപ്പൊ ശരിയാക്കി തരാം നമ്മുടെ കുതിരയുടെ പപ്പിച്ചേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ കുറേയും കൂടെ സന്തോഷമായി. അപ്പം പിന്നെ ഞാനങ്ങ് പൂന്ത് വിളയാടി. അപ്പോൾ എനിക്ക് എങ്ങോട്ടൊക്കെ പോകണോ അതിലെ കൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ. മോസ്റ്റ്ലി എനിക്ക് ടെക്നിക്കലി ഇപ്പോൾ ഭാവയാമി എന്നുള്ളതിന് കുറേ സ്റ്റാമിന വേണം പാടുന്നതിന്. സ്റ്റാമിന മതി, വലിയ അങ്ങനെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഐറ്റങ്ങളൊന്നുമില്ല. പക്ഷേ സുധാമന്ത്ര അങ്ങനെയല്ല, ഓരോന്നും അത് മനസ്സിലാക്കി ഇന്ന നോട്ടിന് ഇന്നതാണ് ഭാവമെന്ന് മനസ്സിലാക്കി വേണം പാടാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സോള് കിട്ടത്തേ ഇല്ല. കാരണം അത്രയ്ക്ക് ഐറ്റങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ആസ് എ കമ്പോസർ എനിക്കത് പറയാൻ പറ്റും. കാര്യം ഷഡ്ജം എന്ന് പറയുന്നത് ടോണിക്ക് മാറി 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 വരുന്നുണ്ട് ആ പാട്ടിൽ. അത് വളരെ ഈസി അല്ല പഠിച്ച് പാടുന്നത്. അതായത് പഠിച്ച് അത് നേരെ പഠിച്ചിട്ട് ഇപ്പം നിഷാദ് അവനിത് എൻ്റെ ഷോയ്ക്ക് പാടണമെന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ വന്ന് എൻ്റെ കൂടെ 2 ദിവസം താമസിച്ച് അവനത് പഠിച്ചു. അവനത് വൃത്തിയായിട്ട് പാടി. അത് എന്താണെന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ അത് പാടുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഉണ്ണിയാണ് ഒറിജിനൽ പാടിയത്. ഉണ്ണികൃഷ്ണനെ നമ്മൾ എന്താ പറയണ്ടേ, എനിക്ക് കുറേ ഇഷ്ടമാണ് ഉണ്ണി. ഒരു ആസ് എ പേഴ്സൺ കുറേ ഇഷ്ടമാണ് ഉണ്ണി. അതുപോലെ പാട്ട് അസാധ്യ പാട്ടുകാരൻ. കാരണം നമ്മൾ എത്ര പറഞ്ഞാൽ ആ ശരത്തെ എന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ ഏഡാറ്റാണ് ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ മാഗ്നറ്റിക് കോട്ടിങ് പോകും കുറേ വട്ടമിട്ട് പഞ്ച് ചെയ്താൽ. ഞാൻ പറഞ്ഞു ഉണ്ണി ഒന്നും കൂടെ എടുക്കാം, ശരി ശരത്തെ. ഈ ഉണ്ണികൃഷ്ണൻ, ജി വേണുഗോപാൽ ഇവരൊക്കെയാണ് ഈ ഉടുപ്പ് ചുളുങ്ങാതെ വന്നിട്ട് അതുപോലെ തന്നെ ഇറങ്ങിപ്പോകുന്നത്. എക്സിക്യൂട്ടീവ് ഫീലാണ് പോകുമ്പോൾ പാടിക്കഴിഞ്ഞിട്ട്. ഇത് ഉണ്ണികൃഷ്ണൻ സുധാമന്ത്രൻ പാടിക്കഴിഞ്ഞിട്ട് ഒരു പരിപാടി നമ്മുടെ ഗോവിന്ദൻകുട്ടി ചേട്ടൻ കഴിച്ച് വന്ന പോരുത്. അത്രയ്ക്ക് മുടിയൊക്കെ ചാപ്പിളി ചീപ്പിളി ആയി ക്ഷീണിച്ച്. ഉണ്ണിയെ ഞാൻ വീട്ടിൽ വിളിച്ചാണ് പാട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പാട്ടൊക്കെ പഠിച്ചിട്ട് ഭയങ്കര ശരത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് രാവിലെ ബെല്ലടിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ, ആ ശരത്തെ അത് ഞാൻ പാടിയാൽ ശരിയാകത്തില്ല, പാടുന്നില്ല. ഞാൻ പറഞ്ഞു ഉണ്ണി തന്നെ പാടും എന്ന് പറഞ്ഞ് ഞാൻ കഥ അടച്ച് ഉണ്ണി പോയി. അപ്പോൾ ഉണ്ണി അതിൻ്റെ അടയ്ക്കാൻ കണ്ടി ഇത് ആലോചിച്ചുകൊണ്ട് പോയി എവിടെ വണ്ടി കൊണ്ട് ആരാണ്ട തട്ടി ഇട്ടെന്നൊക്കെ ഞാൻ പിൽക്കാലത്ത് അറിഞ്ഞു. അപ്പോൾ എന്തൊക്കെയായാലും ഉണ്ണികൃഷ്ണൻ ഒരു ഫാൻറ്റാസ്റ്റിക് സിംഗറാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കി അസാധ്യമായിട്ട് അത് ഈ സുധാമന്ത്രം അല്ലാതെ കുറേ ഡിവോഷനിൽ ഉണ്ണി എനിക്ക് പാടിയിട്ടുണ്ട് അസാധ്യമായിട്ട്. ഗുരുവായൂരപ്പൻ്റെ പാട്ടൊക്കെ ചോവല്ലൂർ കൃഷ്ണൻകുട്ടി സാറ് എഴുതിയത്. അത് ഞാൻ എപ്പോഴും ഇപ്പോൾ ഫ്ലൈറ്റിൽ വരുമ്പോൾ ടർബുലൻസ് വരുമ്പോൾ കേൾക്കുന്ന ആനന്ദ മകരന്തം നാരായണം എന്ന് പറഞ്ഞ് ഉണ്ണി പാടിയത് അസാധ്യമായിട്ട്. ആ ശബ്ദം കേൾക്കാൻ അത് ഒരു ടെക്നിക്കൽ സപ്പോർട്ടും ഇല്ലാത്തപ്പോൾ അസാധ്യമായിട്ടാണ് പാടിയത്. ഉണ്ണികൃഷ്ണൻ ഈ ഒരു അവസരത്തിൽ ഉണ്ണികൃഷ്ണൻ കെട്ടിപ്പിടിച്ച രൂപ. അതെ, തീർച്ചയായിട്ടും. കാരണം റഹ്മാൻ സാർ വരെ ഉപയോഗിച്ചെങ്കിലും മലയാളത്തിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഗായകനായിപ്പോയി. അത് നമ്മുടെ ഒരു ഭാഗ്യക്കേടാണ്. സാർ, ഈ കഴിഞ്ഞ ഓണത്തിന് സാറും അഫ്സലും കൂടെയൊക്കെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഒരു സ്പീഡ് പാട്ടായിരുന്നു. ശരത്ചന്ദ്രവർമ്മ എഴുതി, ഞങ്ങൾ 3 പേരും കൂടെ നിന്നിട്ട്. സാർ, ഓണമായിട്ട് ഓണപ്പാട്ട് പാടിപ്പിച്ചില്ല, ഏതെങ്കിലും ഒരു ഓണപ്പാട്ട് പാടണം. പിന്നെ മാവേലി നാടുവാണൊരു കാലം പാടിയാൽ അതുപോരാ. ശരത് സാറിൽ നിന്ന് ഞങ്ങൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള പാട്ടല്ല പ്രതീക്ഷിക്കണം. നമുക്ക് ഉത്രാട പൂന്തിരാവേ പാടിത്തരാം. അതൊക്കെ അതിനല്ലേ ഓണം ഉള്ളത്, രവീന്ദ്ര മാഷിന്. അപ്പോൾ ഈ ഓണം എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ള കാലം. അന്നൊരു ഒത്തുമ്മയും ഇപ്പം അതൊന്നും ഇല്ല, എല്ലാ അണുകുടുംബവും. പലപ്പോഴും ആളുകൾ ആരെങ്കിലും മരിച്ചാൽ എല്ലാവരും ചേർന്ന് കാണുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അന്നുള്ള ആ വൈബ് ഇല്ലിപ്പോൾ. അപ്പോൾ അത് ഒരു ഓണം എന്ന് പറയുമ്പോൾ അതൊരു, നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ, ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പല്ലേ ഓണം എന്ന് പറഞ്ഞാൽ. ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് ഓണം സത്യത്തിൽ. നമുക്ക് ഔദ്യോഗികമായ ഓണം ഇല്ല. അതെ, തീർച്ചയായിട്ടും. അത് എങ്ങനെ ഓണം ആഘോഷിക്കാനാണ്? കാര്യം ഈ ഒരു വർഷം ഒന്നും പറയാനില്ല. എല്ലാം നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ എല്ലാ ആത്മാവിനും നിത്യശാന്തി നേരുന്നു. വേറൊന്നും പറയാനില്ല. ആകപ്പാടെ മെൻ്റലി തകർന്നു പോയ ഒന്നാണ്. കാര്യം രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ അടുത്ത് കിടന്ന് ആരും ഇല്ലെന്ന് പറയുമ്പോഴേ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. എങ്ങനെ ഇതൊക്കെ നേരത്തെ അറിഞ്ഞുകൂടായിരുന്നോ, അതോ എങ്ങനെയാണ് ഇത്? എനിക്ക് എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ എടുക്കാമായിരുന്നു എന്ന് തോന്നി. അല്ല, പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ അത് നേരത്തെ മുൻകൂട്ടി കാണണം. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിലും ഓണം വന്നു പോകും. കാര്യം ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് ഞാനൊരു ഓണപ്പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഓണം വന്നു എന്ന് പറഞ്ഞൊരു പിച്ചക്കാരൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട്. കാര്യം ഇവിടെ എന്തൊക്കെ നടന്നാലും അതൊന്നും ഒരു വിഷയമാക്കാതെ ആ സമയത്ത് ഓണം വന്നു പോകുമല്ലോ. അപ്പോൾ അത് പറയുന്ന പോലെ. അപ്പോൾ ഇത് ഒരു പൊലി എന്നിട്ട് പൊലി മാവേലി എന്ന് പറഞ്ഞ് നമ്മുടെ ശരത്തും അഫ്സലും
നമ്മുടെ ശരത്ചന്ദ്ര വർമ്മ ഞങ്ങൾ 3 കൂടെ അത് നല്ല രസമായിരുന്നു. സ്പീഡ് അത് കുറേ ലിറിക്ക് എഴുതി ശരത്തിൻ്റെ ആഗ്രഹം തീർത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രസമായിരുന്നു. അത് ഈ റാപ്പ് സോങ് പോലെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കൊന്നും. അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു ഓണപ്പാട്ടുണ്ട്, രാജീവ് ആലങ്കുൾ എഴുതിയിട്ട്. അതും കണ്ടായിരുന്നു ഞാൻ. അതും നല്ല ലെവലിൽ. കാര്യം അത് ഈ വീഡിയോ ആയിട്ട് കണ്ടമാനം പേര് എനിക്കും എൻ്റെ വൈഫിനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ സന്തോഷം, ജനങ്ങൾ കേട്ടു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. ഇപ്പം ഞാൻ ഉത്രാടപ്പൂനിലാവേവ പാടിത്തരാം. തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, തിരുവോണത്തിൻ കോടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിൻ്റെ രാഗം കേട്ടേ മയങ്ങുന്ന വാമനന്മാർ, അവർക്കോണക്കോടിയായി നീ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ. മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ. സൂപ്പർ. ഈ പരിപാടി ഇവിടെ തീർന്നു എന്ന് സാർ വിചാരിക്കരുത്. ഓണപ്പാട്ട് പാടിയെന്ന് വിചാരിച്ചിട്ട് ഇത് തീർക്കാനും പറ്റില്ല, ഇത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാറ് ഒരു ഗായകൻ എന്നുള്ള അർത്ഥത്തിൽ പാടുമ്പോൾ, ഇപ്പോൾ ശ്രീരാഗമോ പാടുമ്പോൾ പല വേർഷൻസ് പാടുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയും, ഓ ശ്രീരാഗം ഇങ്ങനെയും പാടാല്ലേ. അപ്പോൾ ശരത് സാറ് പാടുന്നതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ശ്രീരാഗം പല വേർഷൻസ് പാടുന്ന ഒരുപാട് പേരുണ്ട്. ഹരീഷ് ശിവരാമകൃഷ്ണൻ പാടുന്നതിന് സാർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില കവർ വേർഷൻസ് ഒക്കെ സാറിന് ഇഷ്ടമല്ല. സാർ തന്നെ പറയാറുണ്ട് കവറാണ്. അല്ല, അത് ചിലതൊക്കെ കവറടക്കി പറയാറുണ്ട്. ഹരീഷ് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാണ്, വെരി ടാലന്റഡ്. അതുപോലെ ഹരീഷ് പാടുന്നതിന് ഒരു സോളുണ്ട്. അത് അതുകൊണ്ടല്ലേ എനിക്ക് അത് ഇഷ്ടപ്പെട്ടതില്ല, എനിക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അതെ അതെ അതെ. പക്ഷെ സാർ ഇപ്പോൾ വേഴ്സ് മാറ്റി പാടുമ്പോൾ സാറിന്റെ ഭാര്യ ഇടയ്ക്ക് പറയും, ഇത് വേണോ എന്ന്. എൻ്റെ ഭാര്യ ഇടയ്ക്കല്ല പറയുന്നത്, എപ്പോഴൊക്കെ പറയും, ശരത്തേട്ട ശ്രീരാഗമ പാടി പഠിക്കണം. മറ്റേ പഴയ സാധനം നോക്കിയിട്ട് ഞാൻ പറഞ്ഞടാ, ഞാനാ ഇത് കമ്പോസ് ചെയ്തത്, അതിലൊരു സെമി ക്ലാസിക്കൽ സുഖമാണ് അല്ലെന്നോ. പിന്നെ ഞാനെന്ത് അത് ഏറ്റവും കോമഡി പവിത്രം ഈ പറയുന്ന സിനിമ ഞങ്ങൾ കല്യാണം കഴിച്ച സമയത്ത്, അപ്പം അന്ന് ഒന്നും ഇല്ലായിരുന്നു വീട്ടിൽ, സാധനങ്ങളില്ല, കാര്യം പൈസ ഇല്ല. അതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അവസ്ഥ. ദയ എന്ന് പറഞ്ഞൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ട് കിട്ടിയ പൈസ കൊണ്ടാണ് അഡ്വാൻസ് കൊടുത്ത് ആ വീട്ടിൽ കയറിയത്. ഒന്നുമില്ല, കിടക്കാൻ ഒരു ബെഡ്ഷീറ്റാണുള്ളത്. അപ്പോൾ അത് ഒരു അവിടെ നിന്ന് വേണം പിടിച്ച് കയറാൻ. അങ്ങനെ ഒരു ടി വി മേടിച്ചു. കാര്യം ഞാൻ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ സീത വീട്ടിൽ ഇരുന്ന് അങ്ങ് ബോറടിച്ച് മരിക്കും. അത് ഒന്നാമത് അവൾ ബ്രദേഴ്സും അമ്മയൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഒരു ടി വി കഷ്ടപ്പെട്ട് വാങ്ങിച്ചു. അപ്പോൾ വാങ്ങിച്ചിട്ട് ഏതോ ഒരു ഞായറാഴ്ച എന്തോ വിളിച്ചിട്ട്, ശരത്തേട്ടാ വന്നേ എന്ന് പറഞ്ഞിട്ട്, രവീന്ദ്ര മാസ്റ്റർ എന്തോ അസാധ്യമായിട്ട് പാട്ട് ചെയ്തേക്കുന്നത്. ഞാൻ വന്ന് കേൾക്കുക, താളമയഞ്ഞും ഗാനഭോഗം. ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരു 1.5 മാസമേ ഉള്ളൂ, എനിക്ക് അപ്പോഴേ ഞാൻ പറയാം, എടേ ഇത് എൻ്റെ പാട്ട്. അയ്യോ ആണോ ചേട്ടാ, എന്നാ ചായ എടുക്കാം. ഞാൻ താളമയഞ്ഞുവിനെ കുറിച്ച് സംസാരിക്കാൻ, എല്ലാ പാട്ടുകളും സംസാരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ സാർ ഈ അങ്ങനെ ചെയ്യുന്ന പാട്ടുകളൊക്കെ ഇല്ലേ, മംഗളങ്ങളരുളു ചെയ്തതുപോലെയാണ് ഒരു പക്ഷേ താളമയങ്ങു എന്ന് പറയുന്ന പാടുന്നവർക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് അറിയാം. പക്ഷേ സാർ ഇത് പല സ്ഥലത്തും പറയുമ്പോഴും പാടുമ്പോഴും ഒക്കെ സാർ പെട്ടെന്ന് തന്നെ ഇത് പറയാറുണ്ട്. അത് സ്ഥിരം പാടുന്നവർക്ക് പോലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അനായാസേന പറയാൻ പറ്റാറില്ല. സാർ അത്രയും മ്യൂസിക്കിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. എങ്ങനെയാണത് പെട്ടെന്ന് ഈ സ്റ്റേജിലൊക്കെ ഇരുന്ന് പറയുമ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അത്, ഇത്തരത്തിലുള്ള ചില പാട്ടുകളൊക്കെ. നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്, എവിടെയും നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് തുടക്കത്തിൽ
ഒരു ശോകമാണ്. കാര്യം അവർ ശോഭനയും നമ്മുടെ ലാൽ സാറും പിരിയുന്ന ഒരു അവസരത്തിലാണ് ഈ പാട്ടുള്ളത്. പക്ഷേ ആ പിന്നുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം ആ അനിയത്തിക്ക് വേണ്ടിയുള്ള അതാണ്. അപ്പം ആ ഹോപ്പാണ് ഈ ചരണവും അനുപല്ലയൊക്കെ. ആലോലം ആശാലോലം ഇതൊക്കെ ഉണ്ടെങ്കിലും പല്ലവിയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് മാക്സിമം അതൊരു പ്ലസൻ്റ് ആക്കാനുള്ള ഒരു ഫീൽ എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു അണ്ടർ കറണ്ട് ഒരു ചെറിയ ഒരു ശോകമുണ്ട്. താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര മന്ദം മായും നൂപുരനാദം മാനസമോ ഘനശ്യാമായമാനം മാനസമോ ഘന എന്ന് സാറ് പാടുമ്പോഴേ ഞാനിങ്ങനെ കാത്തിരിക്കും ഇത് കേൾക്കാൻ വേണ്ടി അവിടെ വന്നിട്ടൊരു സംഗതി. കാരണം നമുക്കിത് നമ്മൾ ഈ ബാത്റൂം സിംഗേഴ്സിന് ഇത് കേൾക്കുന്ന ഒരു ഹർഷമുണ്ട്. ഇതൊന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ കേട്ട് പോകുന്ന സമയത്ത് നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. സാർ ഇനി ഓം മൃദുലേ പാടണം, എന്നിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത്രേ പറ്റും. ഓം മൃദുല ഇപ്പോൾ ഒരു തടസ്സമായിട്ട് നിൽക്കും. അതെ, കവടി നിരത്തേണ്ടി വരും. അതെനിക്ക് കുറേ ഇഷ്ടമുള്ള പാട്ടാണ്. കാര്യം ഞാൻ മിക്കവാറും എല്ലാ കച്ചേരികളിലും നമ്മൾ മെയിൻ കീർത്തനം പാടി കൈയടിയേക്കാളും കൂടുതലും ഓം മൃദുലേക്ക് കിട്ടാറുണ്ട്. അത് ഞാൻ നമ്മുടെ എംജിആറിൻ്റെ അടുത്തും പറയാറുണ്ട്. അണ്ണൻ്റെ അണ്ണാച്ചിയുടെ പാട്ടാണ് ഞാൻ പാടി അവിടെ കലക്കുന്നത്. കാര്യം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോഴും അതൊന്ന് തുടങ്ങുമ്പോൾ തന്നെ അത് വേറൊരു വൈബാണ് ആ മൃദുലേക്ക്. ഒരു വല്ലാത്ത ആഴമാണ് ആ പാട്ടിൽ. പ്രേമത്തിൻ്റെ ആ ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. എല്ലാ ബ്രേക്കപ്പ് ആയ കാമുകന്മാരും ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും, കേട്ടിരിക്കും. അതില്ലാത്തൊരവസ്ഥയില്ല ആ ഒരു പാട്ട്. ഇത് സത്യനന്ദിക്കാട് അണ്ണാച്ചി എഴുതിയതാണ്. അതിമനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടാ, ഇതിപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത് സത്യേട്ടൻ്റെതാണ് ലിറിക്സ് എന്ന്. അത് ഒരു ഉഗ്രം പാട്ട്. അപ്പം അത് ഞാൻ പാടിത്തരാം. അകലയാണെങ്കിലും ധന്യേ അകലയാണെങ്കിലും ധന്യേ നിൻ സ്വരം ഒരു തേങ്ങലായി എന്നിൽ നിറയും. ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ നിന്നിഴലായി അലയും പ്രിയനെ മറന്നു മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ ഹൃദയമുരളിയിലൊഴുകിവാ. അസാധ്യ പാട്ട്. ഇത് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല മലയാളി. അല്ല, ഇതൊരു രസകരമായിട്ടുള്ള സംഭവം കൊണ്ടുണ്ട്. എൻ്റെ സ്കൂളിലെ ടീച്ചറിന് ഈ പാട്ട് വല്ലാത്ത ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മിക്കവാറും ഈ പഠിക്കാൻ നല്ല മിടുക്കനായതുകൊണ്ട് ഹോംവർക്ക് മറന്നു പോകും. അങ്ങനെ പല പരിപാടികളും നടക്കും. അപ്പോൾ ഈ ടീച്ചറായ കുറച്ച് കർക്കശ സ്വഭാവമുള്ള ടീച്ചറുമാണ്. ഈ ടീച്ചറിനെ ഞാൻ ഈ പാട്ട് പാടി മയക്കിയിട്ടേക്കാം. അതുകൊണ്ട് ടീച്ചർ തന്നെ കുത്തി വരും. ചിലപ്പോൾ ഹോംവർക്കൊക്കെ എഴുതി എപ്പോൾ എന്താണ് സുജിത്ത് കം സിംഗ് ദ സോങ് ഓം മൃദുലേ. ടീച്ചറിനൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. ഫിലിസ് ടീച്ചർ. അത് പറഞ്ഞപ്പോഴാണ് ഈ സുജിത് വാസുദേവ് എന്തിനാ മാറ്റിയത്? അന്ധവിശ്വാസമാണ്. വാസുദേവ് മാറിയിട്ടില്ല, അത് തന്നെ സുജിത്താണ് മാറിയിട്ടുള്ളത്. അച്ഛനെ മാറ്റാൻ പറ്റത്തില്ലല്ലോ. അല്ല, ഈ നമ്മൾ സുജിത്തം ഇട്ടിട്ടാണ് ഇപ്പോൾ ഹിസൈൻ അബ്ദുള്ളയിൽ പാടുന്നത്. ഞാൻ വിചാരിച്ചത് ഹിസൈൻ അബ്ദുള്ള അങ്ങോട്ട് റിലീസായി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ പാട്ടുകൾ മുഴുവൻ ഞാനായിരിക്കും. അപ്പോൾ എങ്ങനെ ഞാൻ മാനേജ് ചെയ്യും ഇത്ര പാട്ടുകൾ ചേർന്ന് വന്നാൽ? ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് 3-4 ഡയറിയൊക്കെ മേടിച്ചെഴുതാൻ. ആ ഡയറി അവിടെ ഇരുന്ന് തുരുവെടുത്ത് പോയി, ആരും വിളിച്ചില്ല. അപ്പോൾ വിചാരിച്ചു ഈ അന്ധവിശ്വാസം ഈ മുമ്പ് പറഞ്ഞ പോലെ അന്ന് നമ്മൾ കുറേ കൂടി ചെറുപ്പമല്ലേ. ഇപ്പോഴല്ലേ കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ഏതൊക്കെയാണ് സത്യം ഏതൊക്കെയാണ്. ഇപ്പോഴല്ലേ ചെറുപ്പമായത് കുറച്ച്. ഞാൻ ഇപ്പോഴും വെരി യങ്. അത് നല്ലതല്ലേ? അപ്പോൾ അതങ്ങനെ തോന്നി. ഇനി പേരിൻ്റെ ഇതുകൊണ്ടാണ് ഈ ഒരു മണ്ടത്തരായിട്ടൊരു കുഴപ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ
എനിക്കൊരു കോമഡിയും ഉണ്ട്. നമ്മുടെ നവോദയ ഗ്രൂപ്പ് അവർക്കാണല്ലോ ആദ്യം ഞാൻ ഫിലിം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജിജോ അണ്ണാച്ചി, അദ്ദേഹത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അപ്പച്ചൻ സാറും അതുപോലെ ജോസ് മോനും, അത് നമ്മുടെ ഫാമിലി പോലെ തന്നെ. അവിടെ പോയി തിന്നുക, ഫുഡ് അടിക്കുക. ഇപ്പോഴും ജോസ് മോൻ കിഷ്കിന്ത വരുമ്പോഴും കിഷ്കിന്ത ഉണ്ടാകുമ്പോഴും അവിടെ ഓണസദ്യ ജോസ് മോൻ്റെ കൂടെയാണ്. അപ്പോൾ അത് ഒരു സന്തോഷമാണ്. അത് എപ്പോഴും ആ ഫാമിലി. കാര്യം ഞങ്ങൾ ഒളിച്ചോടുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോയത് അപ്പച്ചൻ സാറാണ്. ട്രെയിനിൽ, മക്കളെ നിങ്ങൾ പേടിക്കണ്ട ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ സാർ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് താമസിച്ച് ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് കൊണ്ട് എത്തിച്ച അപ്പച്ചൻ സാറാണ്. അപ്പോൾ ആ ഒരു നന്ദി സ്നേഹം കൂടെ. അതുപോലെ ജിജോ സാറൊക്കെയാണ് കല്യാണത്തിന് കൂടെ നിന്ന് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് റെഡിയാക്കിയത്. ഒളിച്ചോടാൻ എളുപ്പമാണ്, ബാക്കിയുള്ള കാര്യമേ. സാറ് ഒളിച്ചോടിയതാണ് എനിക്ക് അറിഞ്ഞുകൂടിരുന്നത് കേട്ടോ. സത്യം, അങ്ങനെ ഒരു കഥയുണ്ട്. അങ്ങനെ ഒരു കഥയുണ്ട് ചെറിയത്. പക്ഷേ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടാണ് ഓടിയല്ല, ചുമ്മാ കൈ പിടിച്ചിട്ട് ഓടിയല്ല. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടാണ് പോയത്. അതൊക്കെ ഒരു കഥ. അത് ട്രിവാൻഡ്രം വരെ ഓടി. അവിടെ രാജവട്ടം തടഞ്ഞു നിർത്തി. രാജവട്ടൻ്റെ വീട്ടിന് മുകളിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ഒരു 22 ദിവസത്തോളം ചപ്പാത്തിയും കറിയൊക്കെ തരും, അത് കഴിച്ച് സ്വസ്ഥമായിട്ട്. അപ്പോൾ ആ ഒരു സ്നേഹമൊന്നും നമ്മുടെ ശ്രീനിവാസേട്ടനാണ് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അദ്ദേഹത്തിൻ്റെ ബൈക്കിലിരുത്തി വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരൊക്കെ കൂടെ മാത്യു പോൾ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, അഡ്വർടൈസ്മെൻറ്റ് ഫിലിം മേക്കർ. അതൊക്കെ ഞാൻ ഓർക്കുന്നു, എല്ലാവരും ഓർക്കുന്നു. അപ്പോൾ നവോദയയുടെ അടുത്ത് വന്ന് അവരുടെ കമ്പോസിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹവും ഇല്ലാത്ത, ഇത്രയൊക്കെ നമ്മുടെ അണ്ണാച്ചികളാണ്, പക്ഷേ യാതൊരു സ്നേഹവും ഇല്ല. കമ്പോസ് ചെയ്യുമ്പോഴേ നമ്മളൊരു ട്യൂൺ ഇട്ടാൽ അത് കൊള്ളത്തില്ല, വേറെ അങ്ങ് പറയാണ്. അതുപോലെ അവർ കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് 45 പേരെ വിളിച്ചിരുത്തും. അവരുടെ മുമ്പിൽ നമ്മളിത് പാടണം. ആരെങ്കിലും ഒരാളെ കഷ്ടം ചെറിയാൻ വേണ്ടി കൈപൊക്കിയാലും അയ്യോ ആ ട്യൂൺ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, മാറ്റി വെച്ചാരത്തെ എന്ന് ജിജോ അണ്ണാച്ചി ഒരു സ്നേഹവും ഇല്ലാതെ അങ്ങ് പറയും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഏത് ട്യൂൺ ഓക്കെ ആണെന്നുള്ളത്. അത് നമ്മുടെ അടുത്ത് പറയത്തില്ല. നമ്മുടെ ഇവിടെ ഇരുന്നേ ഒരു പ്രേമമെന്ന് പറഞ്ഞിട്ട് ഒരു 40-45 ട്യൂണൊക്കെ ഇരുന്നിരിപ്പിനിടുകയാണ്. അല്ലാതെ എനിക്ക് കുറേ ദിവസം എടുത്തിട്ടല്ല. ഒരു ദിവസം 45 ട്യൂണായി 46ാമത്തെ ട്യൂണെന്ന് പറഞ്ഞാൽ ഒന്നാമതിട്ടതാണ്. ബ്രെയിൻ അങ്ങ് നിന്ന്, ബ്രെയിൻ്റെ ഒരു അതിനൊക്കെ ഒരു ചെയ്യുന്നതിനൊരു ലിമിറ്റില്ലേ. അങ്ങനെ ഈ 45 പേര് പല ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അയ്യോ ഇവർ കഷ്ടം ചൊറിയല്ലേ എന്ന് വിചാരിച്ചാൽ ഓരോ പാട്ട് പാടുന്നത്. രാഗം, അയ്യോ ഇത് വേണ്ട. ഈ ആരാഗവും നമ്മുടെ ആകാശദീപവും രാജുവേട്ടൻ്റെ ആദ്യത്തെ പടം നവോദയക്ക് നടക്കാതെ പോയ പടത്തിൽ ചെയ്തതാണ്. വാസന്തരാത്രി മണ്ഡപങ്ങൾ നിറമാടി സമ്മോഹനങ്ങളാർന്നു ദേവരതി ഭാവം. ഇതാണ് അണ്ണാച്ചി എഴുതിയത്. കൈതപ്പുറം അണ്ണാച്ചി തന്നെയാണ്. അത് ഉഗ്രം വരികളാണ് കേട്ടോ. അത് പിന്നെ മാറ്റി എഴുതിയാണ് ആകാശദീപം എന്നും ഉണരുമിടമായെന്നുള്ളത്. ആ രാഗവും അത് ആ പടത്തിന് വേണ്ടി ഉള്ളത് തന്നെയാണ്. അപ്പം അത് ഞാൻ പറയാം. അപ്പോൾ ഇത് അവിടെ കുറേ പേരുണ്ട്. അതിൽ ഒരു ഉവൈസ് എന്ന് പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നത് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട്, ഇപ്പോൾ അത് സിനിമയിൽ തന്നെയാണ് ഉള്ളത്, കൊച്ചിയിലാണ്. അപ്പോൾ അദ്ദേഹം ഒരു വളരെ രസികനാണ്, സെൻസ് ഓഫ് ഹ്യൂമറിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഇവരെല്ലാവരും ഇച്ചിരി സീരിയസ് ആണെങ്കിലും എല്ലാവരും ചിരിക്കാൻ ഇഷ്ടമുള്ളവരാണ്. അപ്പം ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുന്ന് പോയപ്പോൾ ഒരാളൊരു പേര് സജസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ അവിടെ ചെന്ന് നിങ്ങളുടെ പേര് സുജിത്ത, നിങ്ങളുടെ പേരെന്താ, പുതിയ പേര് മാറ്റുന്നതെന്ന് പറഞ്ഞ്, നിങ്ങൾ ഏതാ? അപ്പം ഞാൻ പറഞ്ഞു രാഗദാസനെ നിട്ടാലോ. അപ്പോൾ കേട്ട ഉടനെ ഈ ഉവൈസ് അണ്ണാച്ചി അവിടെ നിന്ന് അയ്യോ ശരത്തെ അത് പേരല്ല, ഒരവസ്ഥയല്ലേ. രാഗസിന് ദാസനായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, അതൊരു പേരല്ല. അങ്ങനെ പിന്നെ മാറിയും പറഞ്ഞുമാണ് ശരത്ത്. അതിലെ തന്നെ സ്പെല്ലിങ്ങില് 2 6 അത് അങ്ങനെ തന്നെ നോക്കിയതാണ്. അതാ സംഗീതം 6 പോലെ ഒഴുകട്ടെ എന്ന്, അതാ 2 എണ്ണം. അതിനുശേഷം ഒരു 6 പോലും കിട്ടുന്നില്ല ചെയ്യാൻ. സാറിന് ശരിക്കും ഒരു RRR ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. സാർ ഇപ്പോൾ ചിത്ര ചേച്ചി ഒരുപക്ഷെ ഗുരുവിനെ ചോദിക്കും പോലെ തന്നെ നമ്മൾ ചിത്ര ചേച്ചിയെ കുറിച്ച് ചോദിക്കണം. കാരണം ചിത്ര ചേച്ചിയും ശരത് സാറും തമ്മിലുള്ളൊരു റിലേഷൻ ഉണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ശരത് സാറ് ചിത്ര ചേച്ചിയെ കുറിച്ച് എന്ത് കമൻറ്റ് പറഞ്ഞാലും ചേച്ചി ദേഷ്യപ്പെടാറില്ല. ചേച്ചി ദേഷ്യപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാറ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പുരികം ഇങ്ങനെ വെച്ച് ദേഷ്യപ്പെടുന്ന അവസ്ഥയെ കുറിച്ചൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചേച്ചിയെ ഓർക്കുമ്പോൾ ചേച്ചിയെക്കുറിച്ച് എങ്ങനെയാണ് പറയാൻ? കാര്യം ഞാൻ പാട്ട് പാടി തുടങ്ങുന്നത് ശ്യാം സാർ, അദ്ദേഹത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ആദ്യമായിട്ട് എന്നെ ഒരു ഫിലിമിനെ വിളിച്ച് പാടിക്കുന്നത് ശ്യാം സാറാണ്. എനിക്ക് ഗുരുതുല്യനും അതുപോലെ എൻ്റെ അച്ഛനെ പോലെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ശ്യാം സാറ്. ഡെയിലി ഇപ്പോഴും
ഒരു 15 വോയിസ് ക്ലിപ്പെങ്കിലും എനിക്ക് അയക്കാതെ സാർ ഉറങ്ങത്തില്ല. ഓ. ഞാൻ അങ്ങോട്ടും ഇപ്പോഴും മോനെ സറുത്ത് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അത് കേട്ടില്ലേ എനിക്ക് എന്തോ പോലെ. അപ്പം ഞാൻ അങ്ങോട്ട് ഞങ്ങളങ്ങനെ അത്ര അടുപ്പമാണ് സാറുമായിട്ട്. സാറിൻ്റെ ഏത് വർക്കാണെങ്കിലും അത് ഞാൻ കൂടെ ഉണ്ടെങ്കിലാണ്. ഇപ്പം ദാസേട്ടന് വേണ്ടി ശ്യാം സാർ ഒരു ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കൂടെ ഉണ്ടെങ്കിലേ സാറ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനുണ്ടാ എൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ ചിത്ര ചേച്ചി ആദ്യമായിട്ട് കാണുന്നത്, അപ്പോൾ ഡ്യുവറ്റാണ് പാട്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് പാടുകയാണ്. ഓ, അത് ഓർക്കസ്ട്ര എല്ലാം കൂടെ കണ്ടപ്പോഴും നമ്മൾ രോമാഞ്ചം കൊണ്ടിട്ട് അകത്തെടുപ്പി ആരായിരിക്കും കൂടെ പാടുന്നത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചോദിക്കാനും പറ്റത്തില്ല സാറിൻ്റെ അടുത്ത്. സാർ ആരായിരിക്കും എൻ്റെ കൂടെ? ഒരു മര്യാദയോടുമാണ്, വൃത്തിയോടുമാണ്. അപ്പം അത് വന്നപ്പോൾ ചിത്ര ചേച്ചി, അയ്യോ എൻ്റെ ദൈവം, അത് നമ്മൾ അത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തിയോട് കൂടെ പാട്ട്. ചേച്ചി വന്ന് ചേച്ചി എന്നെ കൂടെ, ഞാൻ ഒന്നാമത് നീളവും കുറഞ്ഞും വളരെ മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ധൈര്യമായിട്ട് ഇതൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരു ധൈര്യം, ഞാൻ നിനക്ക് തയ്യാടുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1-2 ടേക്കിന് സാറ് നിർത്തിയിട്ട് പറഞ്ഞ് എന്തോ കിടുകിടുകിടാന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് പാട്ടിൻ്റെ കൂടെ. അപ്പം അതെന്താണ്? എൻ്റെ മുട്ടടിക്കുന്ന കാര്യം പേടിച്ചിട്ടാണ്. കാര്യം അത് പാടാൻ പറ്റുന്നില്ല. അത് നമുക്ക് ഒരു പാടി ഒരു 2-3 ടേക്ക് എല്ലാവരും കൂടെ പാടിക്കഴിഞ്ഞാൽ നമ്മളിത് സെറ്റാകും, ഗ്രൂവിൽ വീഴും. ഇത് ആദ്യമായിട്ട് പാടുക, അത് ചേച്ചിയുടെ കൂട്ടുള്ള ഒരാളുടെ കൂടെ. അപ്പുറത്ത് ശ്യാം സാറ് പുലിയെ പോലെ, ഇപ്പോൾ ഉള്ള പോലെ അല്ല സാറ്, ഒരു സ്വർണ്ണ കളർ ഫ്രെയിം ഇട്ടിട്ടും ഓർക്കസ്ട്രക്കാരൊക്കെ നിർത്തി പൊരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ പേടിയും കൊണ്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് പാടിപ്പോൾ ചേച്ചി അടുത്ത് നിന്ന് ഒരു ടേക്കായി 2 ടേക്കായി, ഇത് 14 ടേക്കായി. ഒരു രാത്രി ആളായി 14. ആരെങ്കിലും ഒരാൾ തെറ്റിച്ചാൽ നിർത്തുമല്ലോ, അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു. 14 ടേക്കും ആയിക്കഴിഞ്ഞപ്പോൾ ശ്യാം സാറിൻ്റെ അകത്തുനിന്നൊരു ശബ്ദം വന്നു. 14ാമത്തെ ടേക്കായപ്പോൾ ഞങ്ങൾ നല്ല പാമായ ഉഗ്രമായിട്ട് പാടാൻ തുടങ്ങി. പിന്നെ ധൈര്യമായി. ഫസ്റ്റ് ടേക്ക് ഓക്കെ. ഇപ്പോഴും അതിനകത്ത് ആ കിടക്കിടക്കിടക്കിടക്കിട മുട്ടടിച്ച ശബ്ദമുണ്ട്. അതോ ആ പാട്ട് റിലീസായി കഴിഞ്ഞ് ഫിലിം കാണാൻ പോയിട്ട് പടം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇരിക്കുക. അതാണ് ആ തിയേറ്റർ ഒരു ക്ലീൻ ചെയ്യാൻ വരുന്ന പറഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കുക, എണ്ണിച്ച് പോടേ എന്ന് പറഞ്ഞു. ഈ പാട്ട് വരുമെന്ന് വിചാരിച്ചിട്ടേ പാട്ടില്ലായിരുന്നു. ക്ലൈമാക്സ് സങ്കടപ്പെട്ടു. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇതൊക്കെ രസം. ഞാനിതൊക്കെ അങ്ങ് കോമഡി ആയിട്ട് എടുക്കും. അല്ലാതെ പിന്നെ അവിടെ പോയിരുന്ന് മൂക്കൾ പിടിയാൻ നിന്നാൽ അതിനുള്ള നേരെ കാണത്തും. ഞാൻ എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലുമൊക്കെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ ബാത്റൂമിനകത്ത് കയറി ഷവർ അങ്ങോട്ട് തുറന്നു വിട്ട് ഐശ്വര്യമായിട്ട് അങ്ങ് നിന്ന് കരയും. അതങ്ങ് അതോടെ തീരും. അത് ചില ദുരനുഭവങ്ങൾ എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ കരച്ചിലിൻ്റെ പക്കല്ല. നമുക്കൊരു അത് ചെറുപ്പമല്ലേ. ഈ സമയത്ത് നമ്മൾ ചുമ്മാ ഉള്ളി അരിഞ്ഞാൽ പോലും കണ്ണീന്ന് വെള്ളം വരത്തില്ല. അന്ന് അതല്ലേ തൊട്ടവനും പിടിച്ചതിനൊക്കെ നമ്മൾ ഇമോഷണലാവും. അപ്പോൾ അത് അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ ആ പാട്ട് എന്തായടാ? അമ്മയും കൂടെ ചോദിച്ചപ്പോഴത്തേക്കും ഒന്ന് പാടാൻ പോയിട്ടാ. ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിനും അത് നമ്മൾ പാടിയിട്ടില്ല. അതിൻ്റെ ഡയറക്ടർ വന്നിട്ട് എന്നെ പാടാൻ സമ്മതിച്ചില്ല. എനിക്കതാണ് സങ്കടം. ഇപ്പം പാടിയിട്ട് നമ്മൾ ട്രാക്കാണ് പാടുന്നത്. എന്തൊക്കെയാലും വേറൊരാൾ പാടും, ട്രാക്ക് പോലും അല്ലെങ്കിൽ ഈ പയ്യനെ പാടണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഈ ഓർക്കസ്ട്രക്കാരുടെ ഒക്കെ ഇടയിലായപ്പോൾ വല്ലാത്ത വിഷമമായി. ഒരു എന്നാൽ മ്യൂസിക് ഡയറക്ടർ പറയുന്നത് നമ്മൾ ട്രാക്കല്ലേ പാടട്ടെ എന്ന് പറഞ്ഞ് ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഞാൻ ഇറങ്ങി അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെ ഇവിടെ ചോദിച്ചപ്പോഴേ ഞാനങ്ങ് ആകെ തകർത്തു. നേരെ അങ്ങോട്ട് കയറിയിട്ട് ഷവർ തുറന്നു വിട്ട് അങ്ങ് തീർത്ത്. എന്നിട്ട് വെളിയിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞ, മക്കളെ ഇന്നാടാ ചായ കുടിക്കും, ഇരുന്ന് പാട്. അമ്മ അത് ചോദിച്ചതേ ഇല്ല. എന്തോ ഒരു വൃത്തികേടായിരിക്കും സംഭവിച്ചത്. അമ്മയ്ക്കത് മനസ്സിലായതുകൊണ്ടാണ് അമ്മ അത് ചോദിച്ചതേ ഇല്ല. അതുകൊണ്ട് അതൊക്കെ പോയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു ഇറുക്കമല്ല നമുക്ക്. ഈ ടെൻഷൻസ് ഇല്ലാതെ ജീവിതമില്ലല്ലോ, എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ എല്ലാ കാര്യങ്ങളും കുറച്ച് കൂളായിട്ട് എടുത്ത് ജീവിതമുള്ള കാലം സന്തോഷമായിട്ട് ഒരു ബോബനും മോളിയും വായിച്ച പോലെ അങ്ങ് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ടെൻഷൻസൊക്കെ ഇല്ലാതില്ല, അതൊക്കെ വന്നോട്ടെ, കുഴപ്പമില്ല. ചേച്ചിയെ കുറിച്ചാണ് ചിത്ര. അപ്പോൾ അവിടെ വെച്ച് കണ്ടുള്ള ബന്ധമാണ് ചിത്ര ചേച്ചി. അപ്പോൾ ചേച്ചി അന്ന് മുതലേ സ്നേഹമാണ്. പിന്നെ രാജമാഷിന് ഞാൻ കുറച്ച് പാട്ടുകൾ കമ്പോസിങ് അസിസ്റ്റൻ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ചിത്ര ഒരു തവണ എന്നെ കാണാതെ ചിത്ര ചേച്ചി ചോദിച്ചു, കണ്ണൂർ രാജമാഷ് എൻ്റെ അമ്മായി അച്ഛൻ സാക്ഷാൽ. അപ്പോൾ അത് അയ്യോ ആ പയ്യൻ എവിടെ എന്ന് ചേച്ചി രാജമാഷിൻ്റെ അടുത്ത് ചോദിച്ചു. ആ രാജമാഷ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നിന്നെ തിരക്കി ചിത്ര എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. അപ്പോൾ അന്ന് പോലുള്ള ചിത്ര ചേച്ചിയുടെ പിന്നെ ആദ്യം നടക്കാതെ പോയ ഒരു പടം ചെയ്തായിരുന്നു ഞാൻ. അത് മനോ ചിത്ര ചേച്ചി ഒക്കെയാണ് പാടിയേക്കുന്നത്. അപ്പോൾ അത് അവിടെ തൊട്ടുള്ള ബന്ധമാണ്. അപ്പം ക്ഷണക്കത്ത് എന്നുള്ള സിനിമയിൽ
ചേച്ചി പാടാൻ വരുമ്പോൾ അയ്യോ സുജിത്ത് എന്ന് പറഞ്ഞിട്ട് കുറേ സന്തോഷമാണ്. അന്ന് മുതൽ ചേച്ചിയായിട്ടുള്ളൊരു ബന്ധമെന്ന് പറഞ്ഞാൽ അതൊരു നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ ഇനി കൂടെ ജനിച്ചിരുന്നെങ്കിൽ പോലും ഇത്രയും സ്നേഹം കാണത്തില്ല. അത്രയ്ക്ക് ചേച്ചിയായിട്ടൊരു അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്. എന്തെങ്കിലും സാധനം ചേച്ചി വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് നമുക്കത് എന്നെ കൊണ്ട് തീറ്റിക്കും ചേച്ചി. പിന്നെ ഞാൻ ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോദിക്കും ചേച്ചിയാണോ ഉണ്ടാക്കിയതെന്ന്. അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ എന്നിട്ട് പോയി കഴിക്കും. അത് ചേച്ചിക്ക് ഒരു സന്തോഷമാണ്. ചേച്ചി ഇപ്പൊ ശരത് സാറ് ചേച്ചി എത്ര ട്രോൾ ചെയ്യാനും ചേച്ചി ഒന്നും മിണ്ടൂല. അല്ല ചേച്ചിക്കറിയാം ഞാനൊരു നന്മയുള്ള മനുഷ്യനാണെന്ന് ചേച്ചിക്കറിയാം. അല്ല ഞാൻ അങ്ങനാണല്ലോ. ചിലപ്പോൾ എനിക്ക് ചില സാധനം കൊണ്ട് എനിക്ക് മിണ്ടാതൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ ഒന്ന് കരയും. അപ്പോൾ ഞാൻ ചേച്ചി അതെന്തോ ഒന്നുമില്ല ചേച്ചി, ഇത് എന്തോ ഒരു മനസ്സിൽ പ്രോബ്ലം. അത് ചേച്ചി ഏതോ ഒരു സ്ഥലത്ത് പറയുകയും ചെയ്തു. ശരത്ത് എന്തെങ്കിലും ഉണ്ട് പറയത്തില്ല, അത് മനസ്സിലിട്ടോണ്ട് ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല, നമ്മൾ വിഷമിക്കുക ശരത്ത് മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ചേച്ചി. അത് ചേച്ചിയുടെ മനസ്സിൽ അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു എല്ലാം ഷെയർ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനുമാണ് ഞാൻ ചിത്ര ചേച്ചി. അപ്പോൾ അത് കുറേ സന്തോഷം. പിന്നെ ഒരു പാട്ടുകാരി എന്ന് പറഞ്ഞാൽ ഞാൻ കെ എസ് ചിത്രയെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതൊരു സിംഗക്കുട്ടിയാണ്. അത് എന്ത് കൊടുത്താലും പാട്ട് ചേച്ചിക്ക് പറ്റാത്തത് ഈ ഇറോട്ടിക് പാട്ട്. കണ്ണുപിടി എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചി ആ കണ്ടമ്പടി ഓടിക്കണം. അത് പറ്റത്തില്ല ചേച്ചിക്ക്. ഇപ്പോഴും അത് ശബ്ദം പരത്തതുമില്ല. അപ്പോൾ അത് എനിക്ക് ഈ അടുത്ത കാലമല്ല കുറച്ചായത് അത് നടന്നില്ല. ആ പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും നടക്കട്ടെ. ഒരു അസാധ്യ ഒരു ഇറോട്ടിക് പാട്ട് പാടിയിട്ടുണ്ട്, ബ്യൂട്ടിഫുള്ളായിട്ട്. അത് പാടിക്കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി വാ നമുക്ക് കേൾക്കാം. ഇല്ലല്ല ശരത്തൊക്കെ പുറത്ത് പോകും എന്നിട്ട് ഞാൻ കേട്ടോളാം. അതാണ് ചിത്ര ചേച്ചി. രാജാ സാറിന്റെ അടുത്തും പാടാൻ പോകുന്ന സമയത്ത് ഇതേപോലെ ഇറോട്ടിക് ചേച്ചി. പിന്നെ രാജാ സാറിന് പറഞ്ഞാൽ എപ്പോഴും പേടിയാ. അത് ചേച്ചിക്ക് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് സാറ് വിളിക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ആദ്യ ശരത്തെ 1200 പാട്ട് പാടി ചിത്ര ചേച്ചി. എന്നാലും അയ്യോ സാർ ശരിക്കും ഈ സാറിൻ്റെ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ 2 രീതിയിലാണ്. ഒന്ന് ലെജൻഡറി ആയിട്ടുള്ള കുറേ സോങ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. 2 റിയാലിറ്റി ഷോയിലെ ഈ പിള്ളേരുമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. സാർ രണ്ടും ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതൽ ആസ്വാദനം ഈ പിള്ളേരുമായിട്ടുള്ളൊരു സംഗതിയല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ടെൻഷൻസൊക്കെ ഒന്ന് മറക്കുന്ന ആ ഒരു ഷൂട്ട് ദിവസങ്ങളിലാണ് ഈ പിള്ളേരുമായിട്ട് അവരുമായിട്ട് കിടന്ന് ഇടികൂടി അവരിങ്ങോട്ട് തിരിച്ച് പറയുന്നത് ചരത്തങ്ങളെ മിണ്ടണ്ട. എൻ്റെ അച്ഛനും അമ്മ പോലും പറഞ്ഞിട്ടില്ല എടാ മിണ്ടല്ലേ എന്ന്. ഇവരിങ്ങോട്ട് ഞാൻ പറഞ്ഞു. അത് എനിക്കൊരു രസമാണ്, അതൊരു പോസിറ്റീവാണ്. നമ്മളെപ്പോഴും സ്റ്റേജിൽ അതെല്ലാം കൂടി ടെലികാസ്റ്റിൽ വരുന്നില്ല. അതിൻ്റെ പാതിയും കട്ടായി പോകുന്നുണ്ട്. പക്ഷെ നമ്മളവരെ കൊഞ്ചിച്ച് അവർ വന്ന് നമ്മുടെ തലയിൽ കൂടെ കയറി ഇവർ ചെയ്യാൻ. ഞാൻ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഒരു ആൺകുട്ടി 4 പെൺപിള്ള അവർ എൻ്റെ തോളിലായിരുന്നു. ഞാൻ കൊണ്ടുവന്ന് ഉടുപ്പ് മുഴുവൻ അതെല്ലാം കൂടി ചവിട്ടി അഴുകാൻ ഞാൻ അതൊരു സ്നേഹം. ഉമ്മ വെച്ചിട്ട് ഉമ്മയെന്നൊക്കെ പറഞ്ഞാൽ കടിച്ചേക്കുക. അത് എല്ലാ കുഞ്ഞുങ്ങളും നല്ല സ്വീറ്റാണ്. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഗാതാൻ്റെ പ്രൊഡ്യൂസർ, ഈ ടോപ്പ് സിംഗറിൻ്റെ പ്രൊഡ്യൂസർ സിന്ധുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിന്ധു ഞാനിവിടെ വരുന്ന വേറെ ഒന്നും ആലോചിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ അല്ല, ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് അവർ ഈ നല്ല പാട്ട് ഇങ്ങനെ പാടും. ചിലതൊക്കെ എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റുകളാണ്. അവർ നിന്ന് പാടുന്ന കാണാൻ നമ്മുടെ ഈ അന്തപ്പെട്ട് നമ്മൾ ഇമോഷണലായി നമ്മൾ എണീറ്റ് നിന്ന് കൈ തട്ടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നും കിട്ടത്തില്ല. അതൊരു ഭാഗ്യക്കുറി അടിച്ചാലൊന്നും കിട്ടത്തില്ല. അത് അതാണ്.